എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആർ തുളസീധരൻ പിള്ള, സീനിയർ ഓഡിറ്റ് ഓഫീസർ, റിട്ടയർഡ് ഫ്രം ഏജീസ് ഓഫീസ് ആഫ്റ്റർ 36 years ഓഫ് സർവീസ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിൻ്റെ ചാനലാണിത്. എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിൻ്റെ മറ്റൊരു വീഡിയോ ഹയർ ടെസ്റ്റ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കിട്ടുന്നവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതൊരു ഫ്രീ സർവീസ് റെൻഡറിങ് ആണ്. എല്ലാ ഓഥൻറ്റിക്കായിട്ടുള്ള ആൻസേഴ്സാണ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിത് അക്കൗണ്ട് ടെസ്റ്റിന് വേണ്ടി മാത്രമല്ല, സ്ഥിരം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലും ഉപകാരപ്രദമായിരിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എഴുതുന്നവർക്കെല്ലാം ബെസ്റ്റ് ഓഫ് ലക്ക് നേർന്നുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നു. ഇത് 24-ലും ചോദിച്ചിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും മിക്ക ക്വസ്റ്റ്യൻസും ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിൻ്റെ കൂടെ തന്നെ ഞാൻ അക്കൗണ്ട് കോഡിൻ്റെയും ചില പ്രസക്തമായ ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കേരള അക്കൗണ്ട് കോഡിൻ്റെ ചില ക്വസ്റ്റ്യൻ ആൻസർ കൂടി ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സോ വെൽക്കം ടു ദി വീഡിയോ. ക്വസ്റ്റ്യൻ നമ്പർ 1. പ്രോഫോമ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ബൈ ആൻഡ് ആൻസർ ഡിപ്പാർട്ട്മെൻറ്റൽ അതോറിറ്റീസ് ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ പാരാ 6(9). പ്രോഫോമ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾ സാധാരണ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ലാഭവും നഷ്ടവും ഒക്കെ കണക്കാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ലാഭനഷ്ടം കണക്കാക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കുന്ന അക്കൗണ്ടിനെയാണ് വളരെ സിമ്പിളായിട്ട് പ്രോഫോമ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റൽ അതോറിറ്റീസാണ് ഈ പ്രോഫോമ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ പാരാ 6(9) ഓഫ് ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ടെക്സ്റ്റ്. ദെൻ ക്വസ്റ്റ്യൻ 2. വിച്ച് among the following is correct as to the losses or deficiency of cash in hand? അതായത് ക്യാഷ് ബുക്ക് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ ക്യാഷിൽ ഡിഫിഷ്യൻസി വന്നാൽ നമ്മളത് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്? ഒരു ക്യാഷ് കുറവാണ്, ആക്ച്വലായിട്ടുള്ള ക്യാഷ് ബാലൻസ് ക്യാഷ് ചെസ്റ്റിലില്ല എന്ന് വരികിൽ നമ്മൾ എങ്ങനെയാണ് ആ ഡിഫറൻസിനെ അക്കൗണ്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അതിലെ ആൾ ലോസസ് ഓർ ഡിഫിഷ്യൻസീസ് ഇൻ ക്യാഷ് ഇൻ ഹാൻഡ് ഷുഡ് ബി റെക്കോർഡഡ് അണ്ടർ സെപ്പറേറ്റ് ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് നമ്മളത് അക്കൗണ്ട് ചെയ്യുന്നത്. അതാണ് അവർ തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ. 2. എനി റിക്കവറി മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് ലോസസ് ആർ ബ്രോട്ട് ടു അക്കൗണ്ട്സ് ഷാൽ ബി ഷോൺ ബൈ ഡിഡക്ഷൻ ഫ്രം ദ കൺസേൺ ഹെഡ്. ഇനി ആ ലോസ് നമ്മൾ റിക്കവർ ചെയ്താൽ അത് പിന്നെ അതിൻ്റെ ചെലവിൽ കുറവായിട്ടാണ് അതിനെ അക്കൗണ്ട് ചെയ്യുന്നത്. അതൊരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. അങ്ങനെ റിക്കവർ ചെയ്യുന്നത് റെസീറ്റായിട്ടല്ല എടുക്കുന്നത്, മറിച്ച് ആ വർഷത്തെ അക്കൗണ്ടിങ് ഇയറിലെ ചെലവിൽ കുറവായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. 3. എനി റിക്കവറി മെയ്ഡ് ആഫ്റ്റർ ദി അക്കൗണ്ട്സ് ഓഫ് ദി ഇയർ ആർ ക്ലോസ്ഡ് ഷാൽ ബി ഷോൺ ആസ് ആൻ ഐറ്റം ഓഫ് റെസീറ്റ്. അതേസമയം അക്കൗണ്ടിങ് ഇയർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ആ ലോസ് നമ്മൾ റിക്കവർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി അക്കൗണ്ടഡ് ആസ് എ റെസീറ്റ് ഓഫ് ദി ന്യൂ ഫൈനാൻഷ്യൽ ഇയർ. അപ്പോൾ ഇത് ഇങ്ങനെ 3 രീതിയാണ്. ഇതിലേതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ആൻസർ ഈ 3 കാര്യങ്ങളും ശരിയാണ്. ഈ 3 തരത്തിലും ആ ക്യാഷ് ഡിഫിഷ്യൻസിയെ അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ആർട്ടിക്കിൾ 82, ചാപ്റ്റർ 6 ഓഫ് അക്കൗണ്ട് കോഡ് വോളിയം 1. Then question number 3. Expenditure incurred with the object of increasing concrete assets of a material and permanent character of reducing recurring liabilities is. അതായത് ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുകയാണ്, ഗവൺമെൻറ് തലത്തിൽ ഒരു ചെലവ് ചെയ്യുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? ഇൻക്രീസിങ് കോൺക്രീറ്റ് അസറ്റ്സ്, ഒരു അസറ്റ്
ഒരു മൂലധനം ഒരു അസറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ എക്സ്പെൻഡിച്ചർ എങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. അതുപോലെ ആ ചിലവ് ഒരു പെർമനൻറ്റ് ക്യാരക്ടറാണ്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ക്യാരക്ടർ ഓഫ് എക്സ്പെൻഡിച്ചറാണ്. ഒരു സ്ഥായിയായ ഒരു ചിലവാണത്. അതിനെ അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ റെഡ്യൂസിങ് റിക്കറിങ് ലയബിലിറ്റീസ് അത് വളരെ പ്രധാനമാണ്. ഗവൺമെൻറ്റിൻ്റെ ലയബിലിറ്റീസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം അടയ്ക്കുകയാണ്. ബാധ്യതകൾ തീർക്കാൻ വേണ്ടി ചെയ്യുന്ന ചിലവുകളെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പരിധിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ ആർട്ടിക്കിൾ 24E and 30A(1) of Kerala Account Code Volume 1. Then question number 4, recoveries from private persons or bodies should, as a general rule, be treated as revenue. Quote the relevant article in Kerala Account Code. അതായത് പ്രൈവറ്റ് പേഴ്സൺസിൻ്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസീസിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യുന്ന എമൗണ്ടുകൾ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ റവന്യൂ ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിനുള്ള ഒരു റവന്യൂ ആണ്. ഇപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്നത്, നോൺ ടാക്സ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആണ്. അത് ഏത് ആർട്ടിക്കിളിലാണ് അക്കൗണ്ട് കോഡിൽ പറയുന്നതെന്നാണ്. യു ക്യാൻ സീ ഇറ്റ് ഇൻ ആർട്ടിക്കിൾ 73 ഓഫ് കേരള അക്കൗണ്ട് കോഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, the net proceeds of taxes and duties, all revenues received by the government, all loans raised by the government, and all monies received by government in repayment of loan constitutes. ഇതിനെയൊക്കെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുന്നത് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അക്കൗണ്ട് കോഡിലെ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ 3 വിഭാഗങ്ങളായിട്ടാണ് ഗവൺമെൻറ് അക്കൗണ്ട്സിനെ മാറ്റിയിരിക്കുന്നത്. അതിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കൂട്ടത്തിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ ദ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, ടാക്സും ഡ്യൂട്ടീസും കളക്ട് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്? റവന്യൂ റിസീവ്ഡ് ബൈ ഗവൺമെൻറ്, ഗവൺമെൻറ്റിന് കിട്ടുന്ന വിവിധ തരത്തിലുള്ള ടാക്സ്, നോൺ ടാക്സ് റെസീറ്റ്സ് എവിടെ ക്രെഡിറ്റ് ചെയ്യും? ദെൻ ലോൺ റേസ്ഡ് ബൈ ഗവൺമെൻറ് ലോൺ റേസ് ചെയ്താൽ അതെവിടെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അതായത് ദി എൻറ്റയർ റെസീറ്റ് ആസ് വെൽ ആസ് എക്സ്പെൻഡിച്ചർ ഈസ് ക്രെഡിറ്റഡ് ടു ഓർ ഡെബിറ്റഡ് ടു ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ്. അത് പറയുന്നത് ആർട്ടിക്കിൾ 7 ഓഫ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1-ലാണ്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻ ദി കേസ് ഓഫ് എ സ്റ്റേറ്റ്, നോ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഷാൽ ബി മെയ്ഡ് എക്സെപ്റ്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ഡാഷ്. അതായത് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് നമ്മൾ ബഡ്ജറ്റ് മാനുവൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബഡ്ജറ്റ് സഭയിൽ അവതരിപ്പിക്കുന്നത് ആരുടെ അനുവാദത്തോടു കൂടിയായിരിക്കണം? അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ ഗവർണറുടെ അംഗീകാരത്തോടു കൂടിയും, യൂണിയൻ ഗവൺമെൻറ് ആണെങ്കിൽ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഒരു ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് സഭയിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ പാര 318 ഓഫ് ദി ഇൻട്രൊഡക്ഷൻ. Then question 7, generally the transit pay and allowances of a government servant proceeding on transfer from one department to another be debited to the office to which he is proceeding. State true or false. ഇതെപ്പോഴും ആളുകൾ സംശയം ചോദിക്കാറുള്ളതുമാണ്. അതായത് ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ഒരാളിനെ ട്രാൻസ്ഫർ ചെയ്താൽ ആരാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ടിയെ മീറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിലീവ്ഡ് ആയോ അവരാണോ, അതേ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്നോ ആ ഓഫീസാണോ ഈ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കാൻ. ഡെഫിനറ്റ്ലി അദ്ദേഹം ഏത് ഓഫീസിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നോ ആ ഓഫീസാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ടിയെ നൽകേണ്ടത്. ആൻഡ് സോ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ദെൻ ആർട്ടിക്കിൾ 31(2). Then question number 8, washing allowance paid to class 4 employees shall be classified under. അതായത് ഗവൺമെൻറ് ക്ലാസ് 4 എംപ്ലോയീസിന് കൊടുക്കുന്ന വാഷിംഗ് അലവൻസ് ഏത് കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിനെ സാലറി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ ആർട്ടിക്കിൾ 31(3) ഓഫ് കേരള അക്കൗണ്ട് കോഡ്. Then question number 9, the duties and responsibilities of the Comptroller and Auditor General of India with reference to the accounts of the Union and of the states are stated in article dash and dash of the Constitution. അതായത് CNDGയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ
കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. 148 151 ആർട്ടിക്കിളെല്ലാം CNAGയുടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനെയൊക്കെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായി ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ആർട്ടിക്കിൾസിലാണ് പറയുന്നതെന്നാണ് അതിൻ്റെ ആൻസർ. ഇറ്റ് ഈസ് സെഡ് ഇൻ ആർട്ടിക്കിൾ 149 and 150 of the Constitution, and it is explained in para 2.4 to 2.11 of the introduction. Now we move on to question number 10. All the administrative expenses of the office of the CAG shall be charged upon the dash of India. അതായത് CNAG ഓഫീസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചറൊക്കെ ഏത് പാർട്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നതെന്നാണ്. പാർട്ട് 1 കൺസോളിഡേറ്റഡ് ഫണ്ട്, പാർട്ട് 2 കണ്ടിജൻസി ഫണ്ട്, പാർട്ട് 3 പബ്ലിക് അക്കൗണ്ട്സ്. ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അതിൽ ഏത് പാർട്ടിലാണ്? ഇറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്, സഞ്ചിത നിധിയിൽ നിന്ന് തന്നെയാണ് എല്ലാ ചെലവുകളും നിർവഹിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ പാര 2.2 ഓഫ് ഇൻട്രഡക്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. സ്പെഷ്യൽ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ഈസ് ടു ബി റീപെയ്ഡ് ബൈ ദ സ്റ്റേറ്റ് ബൈ നോട്ട് ലേറ്റർ ദാൻ. അപ്പോൾ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അക്കൗണ്ട് RBIയിലുണ്ട്. 5 മണിയാവുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ബാലൻസസ് ഒക്കെ അവിടെ കണക്കാക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ സ്പെഷ്യലായിട്ട് ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ സ്ട്രിഞ്ചൻസി മൂലം സ്പെഷ്യൽ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് അനുവദിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകമായി കൊടുക്കുന്ന വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്, അതായത് നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടിയിട്ട് RBI അനുവദിക്കുന്ന അഡ്വാൻസാണത്. അത് എത്ര മാസത്തിനകം തിരിച്ചടയ്ക്കണം എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി റീപെയ്ഡ് വിത്തിൻ 3 months. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ പാര 326 of introduction. Then question 12. The audit report of the CNAG of India relating to the accounts of the union shall be submitted to the CNAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കേണ്ടതെന്നാണ്? അത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യക്കാണ്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ പാര 218 of introduction. Then question 13. Dash consists of only the members of Lok Sabha. ലോക്സഭ മെമ്പേഴ്സിനെ മാത്രമാണ് ഈ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അവർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി, നൺ ഓഫ് ദീസ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് CNAGയുടെ സിവിൽ റിപ്പോർട്ട് പരിശോധിക്കുന്ന കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓഫ് പബ്ലിക് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ റിപ്പോർട്ട് പരിശോധിക്കുന്ന കമ്മിറ്റിയാണ്, പാർലമെൻ്ററി കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് ലോക്സഭാ മെമ്പേഴ്സിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് പ്രത്യേകം ഓർക്കുക. സോ എസ്റ്റിമേറ്റ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് ഓൺലി ദ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ലോക്സഭയിലെ മെമ്പേഴ്സ് മാത്രമേ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ അംഗമായിരിക്കൂ. ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ പാര 34.3 of introduction. Next is question number 14. The immediate objective of dash is not to ascertain the gain or loss on the transactions as a whole in carrying out the activities. അതായത് ഓഡിറ്റിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഗെയിനാണോ ലോസാണോ എന്ന് നിശ്ചയിക്കലല്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് പരിശോധിക്കുമ്പോൾ ഗവൺമെൻറ്റിന് ലാഭം ഉണ്ടായോ, ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പം നഷ്ടം ഉണ്ടായോ എന്ന് പരിശോധിക്കലല്ല. ഗവൺമെൻറ് പ്രോപ്പറായിട്ട് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ, പ്രോജക്ട്സുകൾ നടപ്പാക്കുന്നുണ്ടോ എന്നാണ്. കാരണം ഗവൺമെൻറ് ഒരു കൊമേഴ്സ്യൽ കൺസേൺ അല്ല. അതാദ്യം മനസ്സിലാക്കുക. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സ്ഥാപനമല്ല ഗവൺമെൻറ് എന്ന് പറയുന്നത്. കൃത്യമായി ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുക ആണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ദി ഒബ്ജക്റ്റീവ് ഓഫ് ഗവൺമെൻറ് അക്കൗണ്ടിങ് ഈസ് നോട്ട് ടു അസർട്ടൈൻ ദ ഗെയിൻ ഓർ ലോസ് ഓഫ് ദി ട്രാൻസാക്ഷൻ. അതുകൊണ്ടാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും നിങ്ങൾക്കറിയാം. അതേസമയം കമേഴ്സ്യൽ അക്കൗണ്ടിങ് ആണെങ്കിൽ ഡബിൾ എൻട്രി ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ അവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതേസമയം ഗവൺമെൻറ് ലെവലിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊന്നുമില്ല. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗവൺമെൻറ് അക്കൗണ്ടിങ് ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ പാര 6.6 of introduction. And question 15. Government accounts are designed to enable government to determine how little money it needs to take out of the pockets of the taxpayer
to maintain its activities at the proper standard of efficiency, state whether true or false. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ പദ്ധതികൾ നടപ്പാക്കുക. പക്ഷെ അങ്ങനെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ യാതൊരു അതിൻ്റെ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യാതെ വളരെ പെർഫെക്റ്റായിട്ടൊരു പ്രോജക്റ്റ് നടപ്പാക്കുക. പക്ഷെ അങ്ങനെ നടപ്പാക്കുമ്പോൾ ഹൗ ലിറ്റിൽ മണി വി നീഡ് ടേക്ക് ഫ്രം ദ പോക്കറ്റ്സ് ഓഫ് ടാക്സ് പേയേഴ്സ്. കാരണം ഇതെല്ലാം ഗവൺമെൻറ് നിർവഹിക്കുന്നത് ടാക്സ് പേയേഴ്സിൻ്റെ പണം കൊണ്ടാണ്. അപ്പോൾ ആ പണം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് വളരെ പക്വതയോടുകൂടി സത്യസന്ധതയോടുകൂടി ഗവൺമെൻറ് വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും കുറച്ച് പണം വിനിയോഗിച്ച് ഏറ്റവും മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് നൽകുക എന്നുള്ള അടിസ്ഥാന തത്വത്തിലായിരിക്കണം ഗവൺമെൻറ്റിൻ്റെ പദ്ധതി നിർവഹണങ്ങളും മറ്റ് ചെലവുകളും എന്നർത്ഥം. സോ ഇറ്റ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് and it is explained in para 6.8 of introduction. Then question 16, audit should be independent of the authorities responsible for the transaction. Quote the relevant para in introduction to Indian accounts and audit. അതായത് പിന്നെ ഓഡിറ്റിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റിയാണ്. ആരോടും പ്രത്യേക മമതയോ അല്ലെങ്കിൽ ആരെയും ഭയക്കാതെയോ ഇൻഡിപെൻഡൻ്റായിട്ടാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. അതുകൊണ്ട് ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനവുമായിട്ട് ഓഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് യാതൊരു പ്രത്യേകത ഇല്ലാതെ സ്വതന്ത്രമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് CNDG. അതുകൊണ്ട് ഓഡിറ്റ് ഈസ് ആൾസോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി അതോറിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ ദി ട്രാൻസാക്ഷൻ ആൻഡ് ദാറ്റ് ഈസ് സെഡ് ഇൻ para 50. Then question 17, the main object of commercial audit is detection of fraud, detection of technical errors and detection of errors of principle. So on the other hand, അതേസമയം നമ്മളൊരു കൊമേഴ്സ്യൽ സ്ഥാപനമാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ഊന്നൽ നൽകേണ്ടത് അവിടെ ഫ്രോഡ് നടന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ഡിറ്റക്ഷൻ ഓഫ് ടെക്നിക്കൽ എറേഴ്സ്, ഏതെങ്കിലും സാങ്കേതികമായ വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ എറേഴ്സ് ഇൻ പ്രിൻസിപ്പിൾസ്, തത്വങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. അതാണ് ഗവൺമെൻറ് ഓഡിറ്റും കൊമേഴ്സ്യൽ ഓഡിറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ para 6.19 ഓഫ് ഇൻട്രൊഡക്ഷൻ. Now we can move to question 18. Accuracy of accounts can be guaranteed only by a periodical verification with the balances brought out in the dash accounts. അതായത് കൊമേഴ്സ്യൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് അവരുടെ അക്കൗണ്ട് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നും പറയും. അതിൻ്റെ ആക്യുറസി അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യണമെങ്കിൽ നമ്മൾ പീരിയോഡിക്കൽ വേരിഫിക്കേഷൻ വിത്ത് ബാലൻസസ് ബ്രോട്ട് ഔട്ട് ഇൻ ദി ഡബിൾ എൻട്രി സിസ്റ്റം, ആ ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെ ആ ബാലൻസസ് അറൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്യുറസി നമ്മൾ വെരിഫൈ ചെയ്യുമ്പോഴാണ് ശരിക്കും അക്കൗണ്ടും ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ para 6.10 ഓഫ് ഇൻട്രൊഡക്ഷൻ. ദെൻ question 19, dash is a documentary evidence from the payee showing the amount, nature and period of payment and receipt of acknowledgement. അതിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്നൊരു പേയ്മെൻറ്റ് കൊടുക്കണം, ഒരു പർച്ചേസ് ചെയ്തു, ആ സ്ഥാപനം നമുക്കൊരു വൗച്ചർ കൊണ്ട് വരണം. അപ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണത്. എന്തിനൊക്കെയുള്ളതാണ്? നമ്മൾ കൊടുത്ത എമൗണ്ടിന് നേച്ചർ ആൻഡ് പീരീഡ് ഓഫ് പേയ്മെൻറ്റ്, എവറിത്തിങ് ഈസ് ദെയർ ഇൻ ദി വൗച്ചർ. സോ ദാറ്റ് ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ് എ വൗച്ചർ and you can see it in para 18.3 of introduction. Then question 20, the essential points of a store's audit is stated in para dash of the introduction to Indian accounts and audit. അതുപോലെ സ്റ്റോഴ്സിൻ്റെ ഓഡിറ്റ് ഉണ്ട്, സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് ഓഡിറ്റ് നടക്കുന്നുണ്ട്. അത് പ്രത്യേകമായിട്ടാണ് CNDG നടത്താറുള്ളത്. അത് ഏത് പാരയിലാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് para 360. Question 21, charges for remuneration of examiners is accounted under the detailed head. ഇപ്പോൾ ഒരു എക്സാമിനറായിട്ട് നമ്മൾ ഒരാളിനെ വിളിച്ചാൽ അയാൾക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഏത് ഹെഡിലായിരിക്കും അക്കൗണ്ട് ചെയ്യുന്നതെന്നാണ്. അത് മേജർ ഹെഡിൻ്റെ താഴെ വരുന്ന ഡീറ്റെയിൽഡ് ഹെഡായിട്ടുള്ള പ്രൊഫഷണൽ ചാർജസിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യാറുള്ളത്.
and you can see it in chapter 3, annexure B, note 6 therein. So now it is question number 22. A revised estimate must be submitted when the sanctioned estimate is likely to be exceeded by more than. അതായത് നമ്മളൊരു വർക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ വർക്ക് ടെൻഡർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അതിൻ്റെ എക്സ്പെൻഡിച്ചർ ചിലപ്പോൾ വേരി ചെയ്യാം, കൂടാം. അങ്ങനെ വേരി ചെയ്യുമ്പോൾ നമുക്കൊരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കൃത്യമായിട്ട് ഏത് സന്ദർഭത്തിലാണ് ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് മസ്റ്റ് ബി സബ്മിറ്റഡ് വെൻ ദ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ്, ആൾറെഡി സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് ആണ്, ഈസ് ലൈക്ലി ടു ബി എക്സീഡഡ് ബൈ മോർ ദാൻ 5%. എസ്റ്റിമേറ്റ് കോസ്റ്റിനേക്കാളും ഒറിജിനൽ എസ്റ്റിമേറ്റ് കോസ്റ്റിനേക്കാളും എക്സ്പെൻഡിച്ചർ 5% എക്സീഡ് ചെയ്യുകയാണെങ്കിൽ you have to prepare a revised estimate and get a revised sanction. And it is said in para 24:19 of introduction. Question 23. The first condition governing expenditure is, that means to incur an expenditure on the part of the government. What is the thing that is required initially? ഒരു ഏത് ചെലവ് ചെയ്യണമെങ്കിലും ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റൽ അധികാരിക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള ഘടകം എന്താണ്? ഹി മസ്റ്റ് ഹാവ് ഓഡിറ്റ് ഓഫ് സാങ്ഷൻ. അത് സാങ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഏത് ചെലവ് ചെയ്യണമെങ്കിലും ദർ ഷുഡ് ബി ആൻ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. അപ്പോൾ ഓഡിറ്റ് ചെയ്യുമ്പോഴും ഇതാണ് നമ്മൾ നോക്കുന്നത്. സോ വി ഹാവ് ടു ഓഡിറ്റ് ദ സാങ്ഷൻ ബിഫോർ ഓഡിറ്റിംഗ് ദി എൻറ്റയർ പ്രോജക്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, ഓഡിറ്റ് ഓഫ് സാങ്ഷൻ ആണ്. പ്രോപ്പർ സാങ്ഷൻ കിട്ടിയിട്ടുണ്ടോ, കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ സാങ്ഷൻ ഉണ്ടോ, ദീസ് തിങ്സ് വിൽ ബി വെരിഫൈഡ് ഡ്യൂറിങ് ഓഡിറ്റ്. സോ ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ പാര 22 of introduction. Then question 24. Dash is a running account with each contractor showing the amount of advance spending, amount payable for work done by him, and which is closed and balanced monthly. ഇത് ഒരു റണ്ണിങ് അക്കൗണ്ടാണ്. അതായത് വർക്ക് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ നോക്കുമ്പോൾ PWDയിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഓരോ കോൺട്രാക്ടർക്കും ഓരോ കോൺട്രാക്ടേഴ്സ് ലെഡ്ജറുണ്ട്. കാരണം അയാൾ ചെയ്യുന്ന ഓരോ ജോലിയും ആ കോൺട്രാക്ടേഴ്സ് ലെഡ്ജറിൽ എഴുതും. അയാൾക്ക് ഏതൊക്കെ പേയ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ, മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോ, പിന്നെ വേറെ എത്ര ഫസ്റ്റ് റണ്ണിങ് അക്കൗണ്ട് ബില്ലുകൾ കൊടുത്തിട്ടുണ്ട്. എവറിത്തിങ് വിൽ ബി വെൽ എക്സ്പ്ലെയിൻഡ് ഇൻ ദി കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു റണ്ണിങ് അക്കൗണ്ട്. കാരണം അത് ഒരു വർക്ക് തുടങ്ങി തീരുന്നിടം വരെ പല പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും പേയ്മെൻറ്റ് നടത്തുക. അതുകൊണ്ടാണ് അതിനെ ഒരു റണ്ണിങ് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. സോ കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ ഈസ് എ റണ്ണിങ് അക്കൗണ്ട് വിത്ത് ഈച്ച് കോൺട്രാക്ടർ ഷോയിങ് ദി എമൗണ്ട് ഓഫ് അഡ്വാൻസ് സ്പെൻഡിങ്. അയാളുടെ അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്യാതെ ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ എമൗണ്ട് പേയബിൾ ഫോർ വർക്ക് ഡൺ, അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് പേയ്മെൻറ്റ് ഡ്യൂ ആണോ എന്ന് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഓരോ മാസത്തെയും നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോൺട്രാക്ടേഴ്സ് ലെഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് you can see it in para 24:13a of introduction. Question number 25. What are the principal processes involved in every payment of money on government accounts? അതായത് ഗവൺമെൻറ് അക്കൗണ്ട്സിൽ നിന്ന് നമ്മളൊരു പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ എന്തൊക്കെ തത്വങ്ങൾ പാലിച്ചിരിക്കണം, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രിൻസിപ്പൽ പ്രോസസ്സ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, സബ്മിഷൻ ഓഫ് എ ക്ലെയിം. ആർക്കെങ്കിലും നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഷുഡ് സബ്മിറ്റ് എ ക്ലെയിം. എനിക്ക് എത്ര രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളൊരു ക്ലെയിം, ഒരു ഡിമാൻഡ് വെക്കണം. ദെൻ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് മണി ക്ലെയിംഡ്, എന്നിട്ട് അയാൾ ആവശ്യപ്പെട്ട പണം നൽകണം. ആൻഡ് ദി ഇൻകോർപ്പറേഷൻ ഓഫ് ദി ട്രാൻസാക്ഷൻ ഇൻ ദി അക്കൗണ്ട്സ്, അത് കൃത്യമായി ക്യാഷ് ബുക്കിലും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്കൗണ്ട്സിലും രേഖപ്പെടുത്തണം. ദീസ് ആർ ദി principal processes that you have to undergo while effecting a payment to somebody, and you can see it in para 21 of introduction. So question 26. The last step of commercial audit is, നമ്മൾ കൊമേഴ്സ്യൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവരുടെ കണക്കുകളെല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിറ്റ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. അതായത് ആ സ്ഥാപനത്തിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കൊമേഴ്സ്യൽ ഓഡിറ്റ്. അത് ഒരുപാട് വിശദീകരിക്കാനുണ്ട്, പക്ഷേ ഇത്രയും മാത്രം തൽക്കാലം അറിയുക. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ പാരാ 6:18 ഓഫ്
Introduction. Question 27. While fixing the issue rate to the articles of stock, several factors are taken into account subject to the provision that the issue price should not exceed the dash. അത് രണ്ട് കാര്യങ്ങളുണ്ട്. പബ്ലിക് വർക്സിൻ്റെ ആണിത് പ്രധാനമായിട്ടും. ഇഷ്യൂ റേറ്റും മാർക്കറ്റ് റേറ്റും ഉണ്ട്. മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റിന് ഒരു ക്വാണ്ടിറ്റി വാങ്ങിച്ചാൽ ഒരു കമ്മോഡിറ്റി വാങ്ങിച്ചാൽ അതിൻ്റെ പ്രൈസിനെയാണ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇഷ്യൂ റേറ്റ് എന്ന് പറയുന്നത് അത് ഡിപ്പാർട്ട്മെൻറ്റാണ് നിശ്ചയിക്കുന്നത്. ആ സാധനത്തിൻ്റെ വില, അതിൽ കൺവേ ചെയ്ത എക്സ്പെൻഡിച്ചർ, സ്റ്റോറിൽ കൊണ്ടുവന്ന് സ്റ്റാക്ക് ചെയ്തതിൻ്റെ ചിലവുകൾ, പിന്നെ അവിടെ വാച്ച്മാൻ ഉണ്ടെങ്കിൽ അയാളുടെ സാലറി, ഓൾ ദീസ് കമ്പണൻസ് വിൽ ബി ഇൻകോർപ്പറേറ്റഡ് ആൻഡ് ദി ചീഫ് എഞ്ചിനീയർ വിൽ പ്രിപ്പയർ ആൻ ഇഷ്യൂ റേറ്റ്. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇവിടെ ഫിക്സിങ് ദ ഇഷ്യൂ റേറ്റ്, ആ ഇഷ്യൂ റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് ദി മാർക്കറ്റ് റേറ്റ് അറ്റ് എനി കോസ്റ്റ്. നമ്മൾ ഇഷ്യൂ റേറ്റ്, കാരണം ഇഷ്യൂ റേറ്റ് അങ്ങനെ നിശ്ചയിക്കാൻ പറ്റും. കാരണം നമ്മൾ ബൾക്ക് പർച്ചേസാണ് PWD നടത്തുന്നത്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് റേറ്റിനേക്കാൾ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള റേറ്റിലായിരിക്കും നമ്മൾ വാങ്ങുക. പക്ഷേ നമുക്ക് മറ്റ് ചിലവുകൾ കൂടി അതിന് ആൻസലറി ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്ങനെയായാലും ഇഷ്യൂ റേറ്റ് ഷുഡ് നോട്ട് എക്സീഡ് ദ മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഇഷ്യൂ റേറ്റും മാർക്കറ്റ് റേറ്റും എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാർക്കറ്റിൽ നിന്ന് കൃത്യമായ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിനെയാണ്, അതിൻ്റെ യഥാർത്ഥ വിലയാണ് മാർക്കറ്റ് റേറ്റ്. ആ മാർക്കറ്റ് റേറ്റിനെ ഒരിക്കലും എക്സീഡ് ചെയ്തിട്ട് ഒരു ഇഷ്യൂ റേറ്റ് ഫിക്സ് ചെയ്യാൻ പാടില്ല എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ പാര 25:12. ദെൻ ക്വസ്റ്റ്യൻ 28. മെയിൻ സ്റ്റേജസ് ഇൻ ദി പ്രോജക്റ്റ് ഫോർ എ സെൻട്രൽ വർക്ക്. ഒരു സെൻട്രൽ വർക്ക് അല്ലെങ്കിൽ ഒരു പ്രധാന വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജസ് ത്രൂ വിച്ച് ഇറ്റ് പാസസ് ത്രൂ, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഒരു വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വർക്കിൻ്റെ PWDയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഒരു വർക്ക് തുടങ്ങണമെങ്കിൽ ആദ്യം വേണ്ടത് ദർ ഷുഡ് ബി ആൻ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം ഫോർ ഇൻകറിങ് എനി എക്സ്പെൻഡിച്ചർ. സോ ദർ ഷുഡ് ബി, ഫസ്റ്റ് തിങ് ഈസ് എ വർക്ക് സ്റ്റാർട്ട്സ് വിത്ത് ദി അപ്രൂവൽ ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ വേണം. ദെൻ എക്സ്പെൻഡിച്ചർ ഫോർ സാങ്ഷൻ വേണം. അത് നമ്മൾ മുകളിൽ കണ്ടു. സാങ്ഷൻ ഇല്ലാതെ ഒരു പൈസ പോലും ചെലവഴിക്കാൻ ഒരു ഗവൺമെൻറ് അതോറിറ്റിക്കും അധികാരം ഇല്ല എന്നോർക്കണം. ദെൻ ടെക്നിക്കൽ സാങ്ഷൻ വേണം. ASM-TS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് TS ആണ്, ടെക്നിക്കൽ സാങ്ഷൻ. ടെക്നിക്കൽ അതോറിറ്റിയാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അടുത്തത് ടെക്നിക്കൽ സാങ്ഷൻ വേണം. ദെൻ അലോട്ട്മെൻറ്റ്, ഫണ്ട് അലോട്ട്മെൻറ്റ് വേണം. ദെൻ റീഅപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ്. ആ ഫണ്ടിൽ പിന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് റീഅപ്രോപ്രിയേറ്റ് ചെയ്ത് മറ്റ് സേവിങ്സ് ഉള്ളിടത്തുനിന്ന് ആ ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങനെ ഓരോ സ്റ്റേജായിട്ടാണ് നമ്മളൊരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഒരു എക്സിക്യൂഷൻ ഓഫ് വർക്കിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ പാര 24:17. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29. ദ കാർഡ് ലെഡ്ജർ ആൻഡ് പ്രൈസ്ഡ് ലെഡ്ജേഴ്സ് ആർ റിലേറ്റഡ് വിത്ത് ഡാഷ്. അതായത് കാർഡ് ലെഡ്ജർ, പ്രൈസ്ഡ് ലെഡ്ജർ എന്ന് പറയുന്നുണ്ട്. അത് ബിൻ കാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഒരു സ്റ്റോറ്, ഇൻസിഡൻ്റലി ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഒരു മലയാളം പരിഭാഷ ഞാൻ കണ്ടു PSC ക്വസ്റ്റ്യനിൽ. വളരെ രസകരമാണ്. അതിൽ സ്റ്റോറിൽ മലയാളം കടയെന്നാണ് എഴുതിയിരിക്കുന്നത്. സോ യു ഷുഡ് നോട്ട് ബി മിസ്ലെഡ്. സ്റ്റോർ എന്ന് പറഞ്ഞാൽ കടയല്ല, ഈ സാധന സാമഗ്രികളെയാണ് നമ്മൾ സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ കടകളിലൊക്കെ സ്റ്റേഷനറി സ്റ്റോർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടായിരിക്കും ഈ കടയെന്ന് എഴുതുന്നത്. ബട്ട് ഇറ്റ് ഈസ് റെഡിക്കുലസ്. സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ കടയല്ല. കടയെന്നൊരു അർത്ഥമുണ്ട്, പക്ഷേ ഇവിടെ കടയല്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള, ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സാധന സാമഗ്രികളാണ്. അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നതിൻ്റെ ഒരു പരിഭാഷയും ഞാൻ ഇക്കൂട്ടത്തിൽ കണ്ടു. പ്ലാന്റ് എന്ന് പറയുന്ന അവർ എഴുതിയിരിക്കുന്നത് സസ്യങ്ങളും യന്ത്രങ്ങളും എന്നാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് യന്ത്ര സാമഗ്രികളാണ്, സസ്യങ്ങളല്ല. എങ്ങനെയോ അത് PSCയുടെ ക്വസ്റ്റ്യനിൽ വന്നു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മലയാളം ആശ്രയിച്ച് പരീക്ഷ എഴുതുന്നവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതുപോലെ PSCയും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.
അത് ഞാൻ പിന്നെ ഇൻസിഡൻ്റലായിട്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇവിടെ നമ്മൾ ദ കാർഡ് ലെഡ്ജർ ആൻഡ് പ്രൈസ് ലിസ്റ്റ് ലെഡ്ജേഴ്സ് ആർ റിലേറ്റഡ് വിത്ത് സ്റ്റോഴ്സ്. കാർഡ് ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു സാധനം ഇപ്പോൾ ലോറിയിൽ നമ്മുടെ ഓഫീസിൽ കൊണ്ടുവരികയാണ്. ആ സാധനങ്ങൾ നമ്മൾ ഇറക്കി സ്റ്റോറിലേക്ക് വെക്കുമ്പോൾ ആദ്യമായിട്ട് നോട്ട് ചെയ്യുന്നത് ഒരു ബിൻ കാർഡിലാണ്. ഓരോ ഐറ്റത്തിനും ഓരോ കാർഡുണ്ട്. എത്ര ക്വാണ്ടിറ്റി സാധനം നമ്മുടെ സ്റ്റോറിലുണ്ട്, ഇപ്പോൾ പുതുതായിട്ട് എത്ര കൊണ്ടുവന്നിട്ടുണ്ട്, ഈ അക്കൗണ്ട് എഴുതുന്നതിനെയാണ് നമ്മൾ കാർഡ് ലെഡ്ജർ അല്ലെങ്കിൽ ബിൻ കാർഡ് എന്ന് പറയുന്നത്. അതൊരു ക്വാണ്ടിറ്റി അക്കൗണ്ട് മാത്രമാണ്. പക്ഷേ പ്രൈസ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറയുന്നത് അതെല്ലാം ഓഫീസിലുള്ളതാണ്. അതായത് ഓരോ ഐറ്റത്തിനും അവിടെ ഓരോ പേജുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി അക്കൗണ്ടും അതിൻ്റെ വാല്യൂ അക്കൗണ്ടും അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ മാസ അവസാനവും എത്ര ക്വാണ്ടിറ്റി ഓരോ ഐറ്റവും ബാലൻസ് ഉണ്ട്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്ന് കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെൻ്റൽ ഓഫീസേഴ്സിനത് മാനേജ് ചെയ്യാൻ പറ്റും ഉള്ള രീതിയിലാണ് അത്. അപ്പോൾ കാർഡ് ലെഡ്ജറും പ്രൈസ്ഡ് ലെഡ്ജറും എന്തുമായി ബന്ധപ്പെട്ട രജിസ്റ്റേഴ്സാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ സ്റ്റോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ സാധന സാമഗ്രികൾ, ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, കമ്മോഡിറ്റീസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ സ്റ്റോർ എന്ന് പറയുന്നത്. ഇപ്പോൾ PWD സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അവിടെ വരുന്നത് സിമെൻറ്റ്, കമ്പി, പിന്നെ അതുപോലെയൊക്കെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ സ്റ്റോർ എന്ന് പറയുന്നത്. അവിടെ കട എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സോ പാര 2542 ഓഫ് ഇൻട്രൊഡക്ഷനിലാണ് യു ക്യാൻ സീ ദി എക്സ്പ്ലനേഷൻ. സോ നൗ ഇറ്റ് ഈസ് question 30. A dash head is termed as an object classification. A detailed head is termed as an object classification. അതായത് ക്ലാസിഫിക്കേഷനെ കുറിച്ച് അക്കൗണ്ട് കോഡിൻ്റെ ആദ്യ വീഡിയോകളിൽ ഞാൻ വളരെ ഓത്തൻറ്റിക്കായിട്ട് 6 ടയർ ക്ലാസിഫിക്കേഷനെ കുറിച്ചും മേജർ ഹെഡ്, സബ് മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്, ഓബ്ജക്റ്റ് ഹെഡ്, 6 ടയർ ക്ലാസിഫിക്കേഷനാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത് കൂടി നിങ്ങൾ നോക്കുക. സോ ഇവിടെ ഡീറ്റെയിൽഡ് ഹെഡ് ഈസ് ടേംഡ് ആസ് ആൻ ഓബ്ജക്റ്റ് ക്ലാസിഫിക്കേഷൻ. എന്തിനു വേണ്ടിയാണ് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചറൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽഡ് ഹെഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ് ഹെഡാണ്. ഏതായാലും ഈ ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് നിങ്ങളിത് പഠിച്ചോളൂ. ഡീറ്റെയിൽഡ് ഹെഡാണ്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ പാര 76C ഓഫ് ഇൻട്രൊഡക്ഷൻ. ദെൻ question 31, dash shall have discretion to open any detailed head when absolutely necessary. അതായത് ഈ 6 ടയർ ക്ലാസിഫിക്കേഷനിലെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഒന്നും മാറ്റാൻ ആർക്കും ഒരു അധികാരവും ഇല്ലയെന്ന് ഓർക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹെഡ് പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ GST ഒക്കെ വന്നപ്പോൾ നിങ്ങൾക്കറിയാം പുതിയ ഹെഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇറ്റ് ഈസ് ഓൺ ദ പ്രപ്പോസൽ ഓഫ് ദി CNTG ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ് അങ്ങനെ പുതിയ ഹെഡുകൾ ഓപ്പൺ ചെയ്യുന്നത്. അതേസമയം താഴത്തെ ഹെഡോ ഡീറ്റെയിൽഡ് ഹെഡോ ഓബ്ജക്റ്റ് ഹെഡോ ഒക്കെ ആണെങ്കിൽ ഗവൺമെൻറ്റിന് അതിനുള്ള ഡിസ്ക്രിഷനുണ്ട്. സോ ഗവൺമെൻറ് ഷാൽ ഹാവ് ഡിസ്ക്രിഷൻ ടു ഓപ്പൺ എനി ഡീറ്റെയിൽഡ് ഹെഡ് വെൻ അബ്സല്യൂട്ട്ലി നെസസറി. അത്യന്താപേക്ഷിതമായി വരുന്ന സന്ദർഭങ്ങളിൽ, കാരണം എവരി നൗ ആൻഡ് ദെൻ ദേ കനോട്ട് ഡു ഇറ്റ് എന്നർത്ഥം. തികച്ചും ജസ്റ്റിഫയബിളായിട്ടുള്ള ഒരു ഒക്കേഷനിൽ ഒരു ഡീറ്റെയിൽഡ് ഹെഡ് ഓപ്പൺ ചെയ്യാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ കൺസൾട്ടേഷൻ വിത്ത് CNTG. And it is said in note 1 below para 76D of introduction. Then question number 32. In order to ensure the accuracy of balance shown in the stock account, the articles are to be physically verified at least. Either store and stock every year, the correctness of the quantity should be verified. ഓരോ ഐറ്റവും എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ എല്ലാ വർഷവും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ആക്യുറസി ഓഫ് ബാലൻസ്, ഇപ്പോൾ ഓരോ ഐറ്റം ആയിരിക്കും, അതിന് തന്നെ ഒരു പ്രത്യേക സമയവും ഒരു ടീമിനെയും ഒക്കെ നിശ്ചയിച്ചിട്ടാണ് ആ പ്രോസസ്സ് നടത്തുന്നതെന്ന് ഓർക്കുക. സോ ആക്യുറസി ഓഫ് ബാലൻസ് ഷുഡ് ബി ഫിസിക്കലി വെരിഫൈഡ്. ഇത് എപ്പോൾ ചെയ്യേണ്ട പ്രക്രിയയാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ എവറി ഇയർ. ഓരോ വർഷവും ബാലൻസ് ഓഫ് സ്റ്റോക്ക് വെരിഫൈ ചെയ്യുകയും അതിൻ്റെ കറക്റ്റ്നെസ് എൻഷുർ ചെയ്യുകയും ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്.
So it should be in once in a year, and you can see it in para 2518. And question number 33, a tax assessment is a dash process. ഒരു ടാക്സ് അസസ് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പോൾ ടാക്സ് നോൺ ടാക്സ് റെസീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ടാക്സ് അസസ് ചെയ്യുന്നത് റൂൾസ് ആൻഡ് ഓർഡേഴ്സിൻ്റെ ബേസിസിലാണ്. ആ നിലനിൽക്കുന്ന റൂളിനനുസരിച്ചിട്ടാണോ ടാക്സ് അസസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അത് ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സാണ്. അത് ജുഡീഷ്യറി കംപ്ലീറ്റ് അല്ല, ഒരു ക്വാസി ജുഡീഷ്യറിയുടെ പ്രോസസ്സാണ് ടാക്സ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. And it is said in para 19.6 of introduction. So with this question, I end the videos here. അത് ഈ 31 ചോദ്യങ്ങളും നിങ്ങൾ നന്നായി പഠിക്കുക. ഹയറിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണിത്. ഇത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓഫീസ് ഉപയോഗത്തിനും ആവശ്യമായി വരും. സോ അതുകൊണ്ട് ഇത് ഒരിക്കൽ കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.